വചനമൊഴി ഏപ്രിൽ 30. വചനഭാഗം ഗലാത്തി 5:1-6, മർക്കോസിന്റെ സുവിശേഷം 7:31-37. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ വീണ്ടും ടയർ പ്രദേശത്തു നിന്ന് പുറപ്പെട്ട് സിദോൻ കടന്ന് ദെക്കാപോളിസ് പ്രദേശത്തുകൂടെ ഗലീലിയ കടൽ തീരത്തേക്ക് പോയി. ബധിരനും മൂകനുമായ ഒരുവനെ അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. അവന്റെ മേൽ കൈകൾ വയ്ക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു. ഈശോ അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് തനിച്ച് മാറ്റി നിർത്തി അവന്റെ ചെവികളിൽ വിരലുകളിട്ടു. തുപ്പലുകൊണ്ട് അവന്റെ നാവിൽ തൊട്ടു. സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പിട്ടുകൊണ്ട് അവനോട് പറഞ്ഞു, എഫ്ഫാത്ത, അതായത് തുറക്കപ്പെടട്ടെ. ഉടനെ അവന്റെ ചെവികൾ തുറന്നു, നാവിന്റെ കെട്ടഴിഞ്ഞു. അവൻ സ്ഫുടമായി സംസാരിച്ചു. ഇക്കാര്യം ആരോടും പറയരുതെന്ന് അവൻ അവരോട് കൽപ്പിച്ചു. എന്നാൽ എത്രയേറെ അവൻ കൽപ്പിച്ചുവോ അത്രയേറെ അവർ അത് പ്രഘോഷിച്ചു. അവർ അളവറ്റ വിസ്മയത്തോടെ പറഞ്ഞു, അവൻ എല്ലാം നന്നായി ചെയ്യുന്നു. ബധിരർ കേൾക്കാനും ഊമകൾ സംസാരിക്കാനും ഇടയാകുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ടയർ, സീദോൻ, ദെക്കാപോളിസ് പ്രദേശത്തുകൂടെ യാത്ര ചെയ്ത് ഗലീലിയ കടൽ തീരത്തെത്തുന്ന ഈശോയെ നാം സുവിശേഷത്തിൽ കാണുന്നത്. ഈശോയുടെ പക്കൽ ബധിരനും മൂകനുമായ ഒരാളെ കൊണ്ടുവരുന്ന അവന്റെ മേൽ കൈവയ്ക്കണമെന്ന് അവർ ഈശോയോട് പ്രാർത്ഥിക്കുകയാണ്. ഈശോ അവനെ തനിച്ച് കൂട്ടിക്കൊണ്ടുപോയി സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ച് തൻ്റെ കരം കൊണ്ട് അവനെ സ്പർശിക്കുന്നു. തുപ്പലുകൊണ്ട് അവനെ സൗഖ്യപ്പെടുത്തുന്നു. ദൈവപിതാവിൻ്റെ ഇടപെടലും മാനുഷികമായ പ്രയത്നങ്ങളും പ്രവർത്തനങ്ങളും ഈ സൗഖ്യദായക ശുശ്രൂഷയിൽ ഈശോ കാണിക്കുകയാണ്. നെടുവീർപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയും വൈദ്യനെ പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഈശോ. സൗഖ്യം ലഭിക്കുന്നതിന് ദൈവത്തിൻ്റെ കൃപയും മനുഷ്യൻ്റെ പരിശ്രമവും പ്രവൃത്തിയും ആവശ്യമാണ് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. തീർച്ചയായും ബലഹീനതകളെ, കുറവുകളെ നികത്തുന്നവനാണ് ദൈവം. ആ ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുവാൻ മാനുഷികമായ പരിശ്രമവും പ്രയത്നവും ആവശ്യമാണ് എന്നും തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ പക്കലേക്ക് നമ്മുടെ കുറവുകളെയും രോഗങ്ങളെയും അസ്വസ്ഥതകളെയും ആകുലതകളെയും എല്ലാം സമർപ്പിക്കുവാനും അതിനെ അതിജീവിക്കുന്നുള്ള കൃപ പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ മാനുഷികമായ രീതിയിൽ നമ്മുടെ കുറവുകളെയും രോഗങ്ങളെയും അസ്വസ്ഥതകളെയും പരിഹരിക്കുവാനുള്ള പരിശ്രമം നടത്തുകയും ചെയ്തുകൊണ്ട് മിശിഹ അനുഭവത്തിൽ വളരുവാൻ, തങ്ങൾ അനുഭവിക്കുന്ന ആ വിശ്വാസം, മിശിഹ അനുഭവം മറ്റുള്ളവരോട് പ്രഘോഷിക്കുവാൻ, തീക്ഷ്ണത കാണിക്കുവാൻ, ഈശോയെ അനുഭവിച്ച, മിശിഹായെ അറിഞ്ഞ് അനുഭവിച്ച ആ ജനക്കൂട്ടം കൂടുതൽ തീക്ഷ്ണതയോടുകൂടി മിശിഹായെക്കുറിച്ച് പ്രഘോഷിക്കുകയാണ്. നമുക്കും ദൈവ കൃപ അനുഭവിക്കുന്നതിനും മിശിഹായെ കൂടുതൽ അടുത്ത് അറിയുന്നതിനും, മിശിഹായെ അറിഞ്ഞ് അനുഭവിക്കുന്ന നമ്മൾ നമ്മുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും മിശിഹായെ പ്രഘോഷിക്കുന്നവരായി മാറുവാനും ഇന്നത്തെ തിരുവചനം നമ്മെ ക്ഷണിക്കുന്നു. വചനമനുസരിച്ച് ജീവിച്ചുകൊണ്ട്, വചനത്തിന് സാക്ഷ്യം നൽകിക്കൊണ്ട് മിശിഹായെ പ്രഘോഷിക്കുന്നവരായി മാറുവാൻ കൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.